ഇന്ന് നമുക്ക് സിറോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിനെ പറ്റി വളരെ ബേസിക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിനി അടുത്ത ഏതാനും സ്ലൈഡുകളിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഭയാനകമാണ്. അപ്പം അതൊക്കെ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, പേടിയുള്ളവർ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാണണ്ട. അപ്പം ഇതൊന്ന് ഒരു ട്രിഗർ വാർണിംഗ് തരാൻ വേണ്ടിയാണ് ആദ്യത്തെ ഈ ചെറിയ ക്ലിപ്പ്. അപ്പോൾ സിറോസിസിനെ പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിറോസിസ് എന്താണ്, അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അതിലുള്ള സ്റ്റേജസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് പേഷ്യൻസിനെ പഠിപ്പിക്കാനാണ്. ഓക്കെ, ഈ സൈഡിലെ പടങ്ങൾ കണ്ടില്ലേ, അതിൽ ഈ മോൾ ഭാഗത്തുള്ളത് നല്ല ഹെൽത്തി ആൾക്കാരുടെ ലിവറാണ്. ഇത് ഹെൽത്തി ഡോണേഴ്സിൻ്റെ ലിവറും താഴ്ഭാഗത്ത് ആ ഡോണേഴ്സ് കൊടുത്ത, അത് ലിവറിൻ്റെ ഒരു ഭാഗം കൊടുത്ത രോഗികളുടെ സിറോസിസ് ലിവറിൻ്റെ പടങ്ങളാണ്. അപ്പോൾ മുകളിലത്തെ ലിവർ, ഹെൽത്തി ലിവർ നോക്കി എങ്ങനെ ഇരിക്കുന്നത്, വളരെ സോഫ്റ്റാണ്, സ്മൂത്താണ്. അതിൻ്റെ സർഫസൊക്കെ ഉണ്ടാ, പുറംഭാഗമൊക്കെ നല്ലതായിട്ട് തിളങ്ങും. ഈ അതിൻ്റെ സൈഡിൽ കാണുന്ന ലിവർ ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുത്ത ഒരു പടമാണ്. വളരെ പിങ്കാണ്, നല്ല രക്തയോട്ടമുണ്ട്. ഇങ്ങനെയാണ് ഒരു ഹെൽത്തി ലിവർ ഇരിക്കുന്നത്. നമ്മൾ ഹെൽത്തി ആൾക്കാർ ലിവർ തുറന്ന് നോക്കി ഇങ്ങനെ. ഈ താഴെ കാണുന്നതാണ് സിറോസിസ് ലിവർ. അപ്പോൾ ഈ ഹെൽത്തി ലിവേഴ്സിൽ പലതരത്തിലുള്ള ഡാമേജ് വരുമ്പോൾ ഈ പയ്യെ അതിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി ലിവറിനെ നമ്മളൊരു 70% ഫുള്ളായിട്ട് കട്ട് ചെയ്താൽ ബാക്കിയുള്ളത് ആ 30% കംപ്ലീറ്റ് ആയിട്ട് വളർന്ന് ഒരു ഫുൾ ലിവറായി മാറും 4 ആഴ്ചയ്ക്കുള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ക്യൂറേറ്റീവ് ഓപ്ഷനായിട്ട് രോഗികൾക്ക് കൊടുക്കുന്നത്. എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് പല രോഗികളിലും സിറോസ് ആയി കഴിഞ്ഞാൽ ഈ റീജനറേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പം പലതരത്തിലുള്ള ഇൻസൾട്ട്, ഡാമേജ് വരുമ്പം ഈ ലിവർ റീജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ റീജനറേഷൻ ഫെയിൽ ആകുമ്പോഴാണ് ലിവറിൽ സൈസ്, ഷേപ്പൊക്കെ മാറി ഇതുപോലെ ചെറിയ ചെറിയ തടിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനാണ് നമ്മൾ സിറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാമേജ് പലതരത്തിൽ വരാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത് മദ്യമാണ്. മദ്യപാനം മൂലമുള്ള കരൾ വീക്കം, മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവറൊക്കെ വർഷങ്ങളോളം നിലനിന്ന് ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കൊഴുപ്പ് വല്ല നീർക്കെട്ട് വന്ന് ലിവറിൽ ചുരുക്കം സംഭവിക്കുന്നതാണ് ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവറും ആൽക്കഹോൾ റിലേറ്റഡ് സിറോസിസ്. പിന്നെയുള്ളത് വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. അപ്പോൾ എല്ലാവരും ഈ വൈറസുകളൊക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ വൈറസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പലരിലും ഇതിന് സിംറ്റംസ് ഒന്നുമില്ല. അപ്പം HbS AG, ആൻറ്റി-HCV എന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാവരും ചെയ്തിരിക്കണം, ഇതുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രതിരോധം ഇല്ലാത്തവരതെടുത്താൽ പിന്നെ ഈ വൈറസ് വരാനുള്ള ചാൻസസും ഇല്ല. പ്രതിരോധ കുത്തിവയ്പ്പ് ഭയങ്കര ഇഫക്റ്റീവാണ്, സേഫാണ്. പിന്നെയുള്ളത് നമ്മുടെ ലിവറിൽ കേട് വരാൻ ഏറ്റവും കോമൺ നമ്മളിപ്പോൾ വരുന്നത് എസ്പെഷ്യലി സ്ത്രീകളിലും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഡയബറ്റീസ്, അമിതവണ്ണം, എക്സസൈസ് ഇല്ലാത്തവർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, കൊളസ്ട്രോള്, ഹൈ യൂറിക് ആസിഡ് എന്നീ അസുഖങ്ങളുള്ളവരിൽ ഫാറ്റി ലിവറിൻ്റെ അംശം വളരെ കൂടുതലാണ്. ഫാറ്റ് ലിവർ വളരെ കൂടുതലാണ്. അപ്പോൾ അത് എല്ലാവർക്കും സിറോസ് ആവണമെന്നില്ല. അതിൽ ചിലവരിൽ ഈ കൊഴുപ്പുകൾ നീർക്കിട്ട് വന്ന് വർഷങ്ങളോളം നീർക്കിട്ട് നിലനിന്നിട്ട് പിന്നെ ലിവർ ഇതുപോലെ ചുരുങ്ങി സിറോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ ഡയബറ്റീസ് ആൾക്കാർക്കും സിറോസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചിലവരിൽ ജനറ്റിക്സും ഉണ്ട്. അതായത് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. അല്ലാതെ കുറച്ച് സ്പെസിഫിക് ജീൻസ് കാണും. ചില ജീൻസ്, നമ്മളിപ്പം ഈ ജീൻസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ ടെസ്റ്റുകളും അതിനുള്ള കിറ്റ്സും അതിനുള്ള മെഷീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് എത്രമാത്രം രോഗം വരാമെന്നുള്ളതിൻ്റെ റിസ്ക്കും രോഗം വരാനുള്ള റിസ്ക്, ജനറ്റിക് റിസ്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള ടെസ്റ്റുകളൊക്കെ ഫ്യൂച്ചറിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട് താമസിക്കാൻ. അപ്പോൾ ഒരു തരത്തിൽ സിറോസ് ആയി കഴിഞ്ഞാൽ നോക്കിയാൽ ലിവറിൻ്റെ ആ ഷേപ്പ്, സ്ട്രക്ചറൊക്കെ മാറി. പക്ഷേ ലിവർ അങ്ങനെ ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫംഗ്ഷൻ നല്ലതായിരിക്കും. ഇപ്പോൾ സിറോസിസിൻ്റെ ആദ്യ സ്റ്റേജുകളിൽ ലിവർ ഫംഗ്ഷൻസ് നല്ലതാണ്. ഇപ്പോൾ സ്റ്റേജ് 1ലും 2ലും ഇതുപോലത്തെ മാറ്റങ്ങളും ലക്ഷണങ്ങളും കാണും. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം ചില പേഷ്യൻസിൽ കാണാം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരിക്കുന്നു, അവർക്ക് മുഖത്തൊരു കരിവാളിപ്പ്, കാല് ചെറിയ നീര്. ഇതൊന്നും കോംപ്ലിക്കേഷനായിട്ട് കണക്കാക്കരുത്. ഇത് രോഗലക്ഷണങ്ങളാണ്. കോംപ്ലിക്കേഷൻസ് വേറെയാണ്. കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേജ് 3 മുതലാണ്. അപ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്. രക്തഛർദ്ദിക്കുക, കറുത്ത മലം വരിക, വയറ്റിൽ നീര് കിട്ടുന്ന സ്റ്റേജ് 4. പിന്നെ ഈ ബ്ലീഡിങ്ങും നീരുകെട്ടെല്ലാം കൂടെ വരുന്നത് സ്റ്റേജ് 5. അതിൻ്റെ കൂടെ മഞ്ഞപ്പിത്തം, ബിലിറൂബിൻ 3ന് മുകളിൽ പോവും, സ്റ്റേജ് 5 ആവും. അപ്പോഴാണ് ലിവർ ഫെയിലിയർ തുടങ്ങുന്നത്. പിന്നെ സ്റ്റേജ് 6 ലിവർ അല്ലാതെ വേറെ അവയവങ്ങൾക്ക് പ്രശ്നം വരും. ഈ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് സ്റ്റേജ് 5, 6 അവരിലാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ക്യൂറായിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേജസിൽ നമുക്ക് നല്ല മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഇൻ്റർവെൻഷണൽ മാനേജ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ 2 സ്റ്റേജിൽ ലിവർ സിറോസിസിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിച്ച് അതിനെ നന്നായിട്ട് ഒതുക്കുവാണെങ്കിൽ സിറോസിസിൻ്റെ സ്റ്റേജുകൾ തമ്മിലുള്ള റിവേഴ്സൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേജ് 2ൽ നിന്ന് 1ലോട്ടും 1ൽ നിന്ന് 0ലോട്ടൊക്കെ പല പേഷ്യൻസിനും പോകുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചികിത്സിക്കാൻ മദ്യപാനം മൂലമുള്ള സിറോസാണ്. മദ്യപാനം നിർത്തിയാൽ ലിവറിന് ഭയങ്കര
ബെനിഫിറ്റാണ്. അപ്പോൾ പലരിലും മദ്യപാനം അവർ പറയും ഞങ്ങൾ വല്ലപ്പോഴും കുടിക്കുന്നുള്ളൂ, വീക്കെൻഡേ കുടിക്കുന്നുള്ളൂ, സോഷ്യൽ ഡ്രിങ്കിങ്ങേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇപ്പം മാറി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ഹെവി ഡ്രിങ്കർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കരൾ രോഗം വരാൻ. കുറച്ച് കുടിച്ചാലും കരൾ രോഗം വരാനുള്ള റിസ്ക് ഉള്ളവർക്ക് കരൾ രോഗം വരും. ആ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജനറ്റിക്സ് ആവാം, ഡയബറ്റീസ് ആവാം, അമിതവണ്ണമാവാം, ഹാർട്ടിൻ്റെ അസുഖമാവാം, ഹൈ ബ്ലഡ് പ്രഷർ ആവാം. അങ്ങനത്തെ പല പല അഡീഷണൽ പ്രോബ്ലംസ് ഉള്ള അസുഖങ്ങളുള്ളവരിൽ കുറച്ച് മദ്യവും ഭയങ്കര വിഷമാണ്. മദ്യം എന്താണെങ്കിലും വലിയ വിഷമാണ്. ഈ മദ്യം കഴിച്ച് സിറോസിസ് ആയി കഴിഞ്ഞിട്ടും മദ്യം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലൊക്കെയാണ് ഇതുപോലത്തെ വലിയ പ്രശ്നങ്ങളുണ്ട്. താഴത്തെ ഒരു പിക്ചർ കണ്ടാൽ അറിയാം, ലിവറിൻ്റെ ഒരു ഭാഗം ചിരണ്ടിയിരിക്കുകയാണ്, ഒരുമാതിരി ബ്ലീഡിങ് ആയിട്ട് കംപ്ലീറ്റ്ലി തടിച്ച് ചിരണ്ടിയിരിക്കുകയാണ്. ആ രണ്ടാമത്തെ പിക്ചർ കാണുമ്പോൾ അറിയാം വലിയ വലിയ തടിപ്പുകൾ. ഇതൊക്കെ ക്യാൻസറാണ്. അപ്പം ഈ പേഷ്യൻസിൻ്റെയൊക്കെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പെർഫെക്റ്റ്ലി ഫൈനാണ്. LFT എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ നോർമലാണ്. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? കരളിൽ അർബുദം വന്ന കാരണം, ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസറിൻ്റെ പല പേഷ്യൻസിലും സിംറ്റംസ് ഒന്നുമില്ല. നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ചിലവരിൽ സിറോസിസ് കണ്ടുപിടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കാറുണ്ട്. അതിൽ കൂടുതലും ഡയബറ്റീസും അമിതവണ്ണം ഉള്ളവരിൽ ഇടയ്ക്കിടെ മദ്യപിക്കുന്നവരിലാണ്. അപ്പോൾ ഈ മദ്യപാനം എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ എന്താ പറയുന്നത് ഒരു പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കുന്നു. പക്ഷെ അതിൽ പല പല ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും കുറച്ച് കുടിച്ചാലല്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷെ കുറച്ച് കുടിച്ച് വരുന്നവരാണ് നമ്മളിപ്പം കൂടുതലായിട്ടും ഇങ്ങനെ അർബുദങ്ങളായിട്ട് കാണുന്നത്. ലിവർ ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസർ, ആമാശയത്തിൻ്റെ ക്യാൻസർ, അന്നനാളയത്തിൻ്റെ ക്യാൻസർ ഒക്കെ ആയിട്ട് പലരും വരുന്നുണ്ട് സിറോസിസ് ഉള്ളവരിൽ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കരൾ രോഗങ്ങൾ എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ അത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ റിസ്ക് ഉള്ളവരുടെ പൊക്കത്ത് വേറെ റിസ്ക് നമ്മൾ ആഡ് ചെയ്യരുത്. പുകവലി, മദ്യപാനമൊക്കെ ആഡ് ചെയ്യാതിരിക്കുക. എന്താ വെച്ചാൽ ഓൾറെഡി ലിവറിന് തിരിച്ച് വളരാനുള്ള റീജനറേറ്റ് ചെയ്യാനുള്ള പവറൊക്കെ കുറവാണ്. അപ്പം അതിൻ്റെ പൊക്കത്ത് ഇതും കൂടെ വരുമ്പോഴത്തേക്ക് അത് വല്ലാതെ അതിന് ബുദ്ധിമുട്ടായി പിന്നീടാണ് നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആകുന്നത്. അപ്പം മദ്യപാനം നിർത്തുന്നവർക്ക് ലിവറിലെ റീജനറേഷൻ കൂടാനുള്ള ചാൻസസ് നല്ലതാണ്. അപ്പോൾ പല പല സ്റ്റേജസ് തമ്മിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും. പക്ഷേ എൻ സ്റ്റേജ് പേഷ്യൻസ് ഉണ്ട്, വളരെ സിക്കായവർ, മഞ്ഞപ്പിത്തമായിട്ട് വയറ്റിൽ നീര് കുത്തിയെടുക്കുന്നവർ, ഇടയ്ക്കിടെ അമോണി കൂടി ബ്രെയിൻ പ്രോബ്ലം വരുന്നവർ, പലതവണയായിട്ട് ഇൻഫെക്ഷൻസ് വരുന്നവർ, ഇവർക്കൊക്കെ എപ്പോഴും നല്ലത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി ഉടനെ. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.